വിശദമായ വാർത്തകൾ നോക്കാം. അരിക്കൊമ്പൻ പ്രശ്നക്കാരനെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കഴിഞ്ഞ 3 മാസത്തിനിടെ 31 വീടുകളും കടകളും തകർത്തുവെന്നും ആനയെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റുന്നത് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്രായോഗികമെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലം. കേസ് കോടതി പരിഗണിക്കുകയാണ്. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? തുളസി, ഈ വിഷയത്തിൽ ഇപ്പോൾ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരിക്കൊമ്പൻ വിഷയത്തിൽ കോടതി ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടത്. അരിക്കൊമ്പൻ പോയാൽ മറ്റൊരു ആന വരും. അതുപോലെ തന്നെ പിടികൂടിയ ശേഷം ആനയെ എന്ത് ചെയ്യുമെന്ന മാർഗരേഖ വേണമെന്നും കോടതി പറഞ്ഞു. അതോടൊപ്പം തന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കൂട്ടിലിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കൃത്യമായ മാർഗരേഖ വേണം. മറ്റു കാര്യങ്ങളെ കുറിച്ച് വിശദമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്നൊക്കെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ സത്യവാങ്മൂലത്തിലും ചില വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു. ആനയെ പിടിച്ചു മാറ്റൽ അനിവാര്യമാണ്. അരിക്കൊമ്പൻ മഹാകുഴപ്പക്കാരനാണെന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം പറഞ്ഞിരിക്കുന്നത്. വീടുകളും കടകളും തകർത്താണ് അരിക്കൊമ്പന്റെ വിഹാരം. 2017 മാത്രം 52 വീടുകളും കടകളും ഈ ആന തകർത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ 31 വീടുകളും കടകളും തകർത്തു. ശനിയാഴ്ച ജീപ്പ് തകർത്തു. ഈ ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ 2005 മുതലുള്ള കാലയളവിൽ മേഖലയിൽ കാട്ടാന ആക്രമണത്തിൽ 34 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിന്നക്കനാലിൽ ഈ കാലയളവിൽ 7 കാട്ടാനകൾ ചെരിഞ്ഞിട്ടുണ്ട്. ഇത് ദുരൂഹതയുണ്ടെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആനയെ പിടിച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റുന്നത് മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്രായോഗികമാണെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ സ്ഥലത്തേക്ക് മാറ്റിയാൽ അവിടെയും കുഴപ്പങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുക. ഈ സാഹചര്യത്തിൽ ആനയെ കോടനാട്ടേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും സർക്കാർ പറയുന്നു. അരിക്കൊമ്പന്റെ വിഹാര മേഖലയിൽ 155 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പനെ കോളർ ഘടിപ്പിച്ച് തുറന്നു വിട്ടാലും പ്രദേശത്ത് കുഴപ്പം ആവർത്തിക്കുമെന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോടതിയുടെ പരാമർശങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ വാദം തുടരുകയാണ്. തുളസി, വ്യക്തമാണ് അശ്വതി. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളിൽ പ്രശ്നക്കാരനായിരിക്കുന്ന ഒറ്റയാൻ അരിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനെതിരെ സമർപ്പിച്ച ഹർജികളിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ വാദം പുരോഗമിക്കുന്നത്. അരിക്കൊമ്പൻ പ്രശ്നക്കാരനാണെന്ന് തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AT അശ്വതി.